ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ്, കേരള ടു ജയ്പൂർ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് രത്നഗിരി സ്റ്റേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ സെക്കൻഡ് എപ്പിസോഡ് കേരള ടു രാജസ്ഥാൻ. അപ്പോൾ നമ്മളിപ്പോൾ രത്നഗിരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട് കേട്ടോ. ഞാൻ റിസ്ക് എടുക്കുന്നില്ല. റിസ്ക് സാപ്പിടമാകും അല്ലാത്തത് കൊണ്ട് ഞാൻ ട്രെയിനിൽ കയറി. ട്രെയിനൊന്നും വിട്ടുപോയോണ്ടല്ലോ, എൻ്റെ ജയ്പൂരിൽ രാജസ്ഥാനല്ലേ ഇവിടെ നിന്നു. നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുകയോ ഇല്ല, 5 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നല്ല കിടിലൻ കാഴ്ചകളായിരിക്കും. ഗുഹകളും മരങ്ങളും മലകളും അതേപോലെ കൊക്കകളും അങ്ങനെ അടിപൊളി വൈബായിരിക്കും. ട്രെയിൻ കൊങ്കൺ റെയിൽവേ സൈഡ് ലോവർ സീറ്റ്, ആഹാ അന്തസ്. കുറെ അധികം സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ട്രിങ്കിൾസ് പൊട്ടിക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇങ്ങനെ കേട്ടോ ഇരുന്ന് പോയത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സീറ്റ് സൈഡ് അപ്പറും അവരുടെ സൈഡ് ലോവർ ആയിരുന്നു. ബട്ട് RAC ആയിരുന്നു. എനിക്ക് എപ്പോഴും മേളിലിരിക്കാൻ പറ്റാത്തതുകൊണ്ടും ഓപ്പോസിറ്റുള്ള എല്ലാ സീറ്റുകളും ഫില്ലായിരുന്നത് കൊണ്ടും നമുക്ക് ഇങ്ങനെ ഇരുന്നാണ് പോകാൻ പറ്റിയത്. देखो मुझे पैसे दिए गए इसके बोलने के लिए. So cute, so elegant, just looking like a wow. What? Huh? What? Kerala girls, you know? वायरल कर देना मुझे. അങ്ങനെ നമ്മുടെ സ്വാദക്കുട്ടി ഒരു കമ്മൽ എടുത്തിട്ടുണ്ട്. കമ്മലിന്റെ റിവ്യൂ പറയൂ. കമ്മലിന്റെ റിവ്യൂ പറഞ്ഞിട്ട് പോയാ മതി. എങ്ങനെയുണ്ട് കമ്മല്? കൊള്ളാം. ആണോ? എത്ര രൂപയായി കമ്മലിന്? എത്ര രൂപയായി? ആരെ കൊണ്ടുവന്ന? എങ്ങനെയുണ്ട് കമ്മൽ? അതൊക്കെ പറ. ഗൈസ് സൂപ്പറാണ് ഗൈസ്, നല്ല കമ്മൽ. ഞാൻ വലിയ കാര്യത്തെ സൺസെറ്റ് ക്യാപ്ചർ ചെയ്യാൻ വന്നതായിരുന്നു ഗൈസ്. സൺ എന്നെ പറ്റിച്ചു. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും സണ്ണിന്റെ പാട്ടിന് പോയി. നമ്മളിപ്പോ വീർ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്. ആൾക്കാര് അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ല കിടിലൻ സൺസെറ്റ് കാണാം. കിടിലൻ സൺസെറ്റ്. സോ വീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഇപ്പൊ വിട്ടു. ഇനി അടുത്തത് പൻവേൽ സ്റ്റേഷനാണ്. അത് കുറച്ച് ലേറ്റ് ആവും, ഒരു 7:30-8 മണിയൊക്കെ ആവും. भैया जो आपने डायलॉग बोला था एक और बार बोलोगे? पसंद आएगा तो क्या करना है भैया? वीडियो बना रहे. पसंद आएगा तो क्या करना? बोल दो पसंद आएगा तो लाइक जरूर करना. नहीं आया तो नहीं आया तो वायरल कर दो. നമ്മുടെ ഈ ചേട്ടനാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു 5-10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. മഹാരാഷ്ട്രയിലെ മുംബൈയിലെ പൻവേല് സ്റ്റേഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ട്. ഒരു 10:45 ആയിട്ടുണ്ട്. വാപ്പി കഴിഞ്ഞു. വാപ്പി ഗുജറാത്തിലാണ്. അപ്പൊ നമ്മള് ഗുജറാത്തിൽ കിടന്നുറങ്ങിയിട്ട് മധ്യപ്രദേശിൽ നിൽക്കും. പിന്നെ അതുപോലെ നമുക്ക് ഗുജറാത്ത് കാണാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഗുജറാത്ത് നമ്മൾ ഫുള്ള് ട്രാവൽ ചെയ്യുന്ന നൈറ്റിലായിരിക്കും. ഇപ്പോൾ വാപ്പി വന്നു, എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഒന്നെങ്കിൽ നഗഡ ജംഗ്ഷൻ അല്ലെങ്കിൽ കോട്ടയിൽ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത്. എന്നാലും എനിക്കവിടെ തുടങ്ങും. അപ്പോൾ ഇനി നമുക്ക് മധ്യപ്രദേശിൽ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. കിടിലം തണുപ്പ്, നല്ല കിടിലം മഞ്ഞുമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു മഞ്ഞ്. കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിട്ട് അയ്യോ, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. 9-10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു നമ്മൾ മോർണിംഗ് എണ്ണീറ്റപ്പോൾ. അപ്പോൾ
നല്ല അടിപൊളി തണുപ്പാ, നല്ല അടിപൊളി തണുപ്പാ. കോടയൊക്കെ ആയിട്ട് കിടിലം തണുപ്പാണ്. ഇപ്പം ഭവാനി മണ്ഡി എന്ന് പറഞ്ഞൊരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. ഞാൻ രാവിലെ പക്ഷേ വെള്ളമിറങ്ങി വീഡിയോ എടുക്കാനുള്ളൊരു ശേഷി എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ തണുപ്പ്. ഞാൻ കാണിച്ചു തരാം. തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പിന്റെ എക്സ്പീരിയൻസ് ആണോ? തണുപ്പിന്റെ എക്സ്പീരിയൻസ് പറയാനില്ല. അപ്പം നമ്മൾ രാജസ്ഥാനിലെ കോട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ മധ്യപ്രദേശിലെ സ്റ്റേഷനാണ് കുറച്ച് മുമ്പ് കണ്ടത്. അവിടെ നമ്മളിപ്പോൾ ഡയറക്റ്റ് രാജസ്ഥാനിലെ കോട്ട ജംഗ്ഷനിലെത്തി. ഇപ്പോൾ 9:08. ഇനി നമുക്ക് ആകെ 3 സ്റ്റേഷൻ കൂടെ ഉള്ളൂ. ഒന്ന് ദുർഗാപുരയും പിന്നെ സവായി മാധ്പൂറും ദുർഗാപുരയും പിന്നെ ജയ്പൂർ ജംഗ്ഷൻ. പക്ഷെ നമ്മൾ ഒരു 12 മണി ആകുമ്പോഴേ എത്തുള്ളൂ. 12:55 ടൈം. 1 മണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ. കോട്ടയിലെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കോട്ട നല്ലൊരു തണുപ്പുള്ള സ്ഥലമാണ്. രാജസ്ഥാനിലെ ഫസ്റ്റ് സ്റ്റേഷനാണ് കോട്ടയല്ലേ? ഈ മഞ്ഞക്കളറിലെ പൂവുണ്ട്. ഇത് ഫുള്ള് കടുകിന്റെ കൃഷിയാട്ടോ. സരസു എന്നാണ് ഇവിടെ പറയുന്നത്. സരസു. ഇപ്പൊ സമയം 9:30 നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ്, ഹെർഷീസ് ബ്രെഡ്, ജാം ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്തെ ഫാമിലി അവല് വിളയിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. പക്ഷേ ഓൾറെഡി ഞാനൊരു ബൈറ്റ് കഴിച്ചു. അപ്പോഴും ഓൾറെഡി വീഡിയോ എടുത്തില്ലായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്. നമ്മൾ നവ്യ ബേക്കറിലെ ബ്രെഡ് കേട്ടോ. കൊള്ളാം, നല്ല ഇപ്പോഴും ഫ്രഷ് ആയിട്ടുണ്ട്. ട്രെയിൻ ഒരു രക്ഷയില്ല കേട്ടോ. 126, 127 ആ ഒരു സ്പീഡിൽ തന്നെയാണ് ട്രെയിൻ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ തണുപ്പോണ്ട് തന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. സോ ഞാൻ രാവിലെ ക്രീമൊക്കെ എടുത്ത് യൂസ് ചെയ്തു. നോർമലി എല്ലാവരും സ്കിൻ കെയർ ചെയ്യണം. പക്ഷേ ഞാൻ മടിച്ചായതുകൊണ്ട് എനിക്ക് തോന്നുന്നു മാത്രമേ ഞാൻ സ്കിൻ കെയർ ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ ഒരു നിവർത്തിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ മകരവിളക്കാണ്. അതേപോലെ തന്നെ ഇവിടെ ഇവർക്ക് രാജസ്ഥാനിൽ മകര സംക്രാന്തി ഫെസ്റ്റിവലാണ്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പട്ടം പറത്തുന്നതൊക്കെ കാണാൻ പറ്റിയവർ ഇന്നത്തെ ദിവസം ഭയങ്കര തണുപ്പും ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവർ ആ ഒരു ഡേ ഭയങ്കരമായിട്ടാണ് എൻജോയ് ചെയ്യുന്ന. പട്ടമൊക്കെ പറത്തി സ്വീറ്റ്സ് ഒക്കെ വീട്ടിലുണ്ടാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് വന്ന് ഫുഡ് കഴിച്ച്. അവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പട്ടം പറത്തലാണ്. അപ്പോൾ നമുക്ക് ജയ്പൂരിൽ ചെന്ന് കഴിയുമ്പോൾ ഇഷ്ടംപോലെ പട്ടം കാണാൻ പറ്റും എന്ന് എക്സ്പെക്ട് ചെയ്യാം. 10:39 10:45 ആകുമ്പോൾ സവായി മാധ്പൂരിലെത്തും. ഇത് നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചാണ് സ്റ്റേഷനിലോട്ട് എത്തിക്കുന്നത്. കാരണം നമ്മൾ ഏർലിയാണ്. അതുകൊണ്ട് നോക്കാൻ പറ്റുമെങ്കിൽ സവായി മാധ്പൂർ സ്റ്റേഷനിൽ ഇറങ്ങി സ്റ്റേഷനൊക്കെ ഒന്ന് കാണാം. അല്ലെങ്കിൽ നമുക്ക് സവായി മാധ്പൂർ കഴിഞ്ഞ് പിന്നെ 12 എങ്ങാണ്ടാവുമ്പോഴത്തേക്കും ദുർഗാപൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്തും. പിന്നെ നെക്സ്റ്റ് സ്റ്റേഷൻ ജയ്പൂർ ജംഗ്ഷനാണ് വരുന്നത്. അങ്ങനെ നമ്മൾ സവായി മാധ്പൂരിലെത്തി. ഇവിടെ ഒരു 15 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. കാരണം ഇവിടുന്ന് എൻജിൻ ചേഞ്ച് ചെയ്യും. എൻജിൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും പോകുന്നത്. ഇത്രയും നേരം കേരളത്തിൽ നിന്ന് പുറകിലായിരുന്നു. ഇനി നമ്മൾ ഫ്രണ്ടിലായിരിക്കും. ഇനി നമ്മുടെ എൻജിൻ അവിടെ ആയിരിക്കും. ഇത്രയും നേരം എൻജിൻ ഇവിടെ ആയിരുന്നു. ഞാൻ നോക്കട്ടെ, എങ്ങനെയെങ്കിലും എൻജിൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് കാണാൻ പറ്റിയാൽ ഓക്കെ, അല്ലെങ്കിൽ ട്രെയിനിൽ കയറിയപ്പോൾ എൻ്റെ ഷോർട്സ് എനിക്ക് ഫിറ്റ് ആയിരുന്നു. പക്ഷെ ഇന്നിപ്പം ഊരി പോണു. ഒന്നുകൂടെ പറയൂ. എന്റെ ചിരി നമ്മുടെ പ്രേമം സിനിമയിലെ എന്റെ ചിരിയാണെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. കുഴപ്പമില്ല, കേസ് കൊടുക്കുന്നൊക്കെ എന്നോട് പറയുന്നത് കുഴപ്പമില്ല, കേസ് കൊടുക്കുന്നൊക്കെ. ഇവിടെയാണ് നമ്മുടെ എൻജിൻ ചേഞ്ച് ആവുന്നത്. ആസ് ഓൾ യു നോ, എനിക്ക് റിസ്ക് എടുക്കുന്നത് റിസ്ക് സാപ്പിടുന്ന മാതിരി അല്ലാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു പോവാം. നമ്മുടെ കൂടെയുള്ള പയ്യൻ നമുക്ക് ഈ മൂങ് ദാലിന്റെ പക്കോട ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്.
സീരിയസ്ലി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ആക്ച്വലി ട്രെയിനിലല്ല, പുറത്ത് പോയി മേടിച്ചിട്ട് വന്നേ, സ്റ്റേഷനിൽ. പുറത്തല്ല, സ്റ്റേഷനിൽ. ഇപ്പോൾ ടൈം 11:18 ഇപ്പോഴാണ് സവായി മാധോപൂരിൽ നിന്ന് ട്രെയിൻ എടുത്തത്. 11 മണിക്ക് എടുക്കേണ്ട ട്രെയിനായിരുന്നു, കുറച്ച് ലേറ്റായി. ബട്ട് എനിക്ക് തോന്നുന്നു ഇത് ഓടി എടുക്കുന്നതാണ്. നോർമലി ഇത് ഓടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വിട്ടിട്ടുണ്ട്. 11:21 ആയെങ്കിൽ പോലും ഇപ്പോഴും നല്ല തണുപ്പാണ്. സൂര്യേട്ടനെ കാണാം, പക്ഷെ സൂര്യേട്ടൻ്റെ വലിയ തേജസ്സും ഓജസ്സൊന്നും ഇപ്പോൾ ഇവിടെ തിളങ്ങുന്നില്ല. നമ്മളിപ്പോൾ കാണുന്ന ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഇതാണ് മഹാരാജ എക്സ്പ്രസ്. എൻ്റെ മോനെ, ഇത് ഭയങ്കര ലക്ഷറി ട്രെയിനാണ്. ഇതിൻ്റെ ടിക്കറ്റ് തന്നെ ഏകദേശം ഭയങ്കര ചാർജാണ്. 1 lakh or 2 lakh എബോവ് ആണ് വരുന്നത്. ഇത് ഇപ്പോൾ റണ്ണിങ് ആണ്. എന്താണ് 7 days എങ്ങാണ്ടാണ് ഇതിൻ്റെ ട്രിപ്പ് എന്തോ വരുന്നത്. ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് മീൻസ് ട്രാവൽ ചെയ്ത് അവിടെ ഇറങ്ങി ടൂറിസ്റ്റിനെ അവിടുത്തെ പ്ലേസൊക്കെ കാണിച്ച് അങ്ങനെ പിന്നെ വീണ്ടും ട്രെയിനിൽ കയറി. ഇവിടെ ഭയങ്കര അടിപൊളി ട്രെയിനാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ജയ്പൂർ എത്തി ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ അവസാനം ജയ്പൂരിലെത്തി. ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പോ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് ഒരു ഊബർ എടുത്ത് ആദ്യം റൂമിൽ പോവാ. അതിനുശേഷം നമ്മൾ 2-wheeler റെന്റ് ചെയ്യാൻ നോക്കുകയാണ്. അതാണ് നമ്മുടെ പ്ലാൻ. ഈ ഒരു ട്രിപ്പ് എനിക്ക് എപ്പോഴും ഭയങ്കര ക്ലോസ് ടു ഹേർട്ട് ആയിരിക്കും. കാരണം ഈ ട്രെയിൻ അടിപൊളിയായിരുന്നു. ഈവൻ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ട്രെയിനിൻ്റെ ട്രാവലിൻ്റെ കാര്യത്തിലാണെങ്കിലും ടൈമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്പീഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അടിപൊളിയായിരുന്നു. അത് കൂടാതെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസഞ്ചേഴ്സ് ആയിരുന്നു. സൗദക്കുട്ടിയുടെ ഫാമിലി ആണെങ്കിലും ഈവൻ നമുക്ക് ഓരോന്ന് സെല്ല് ചെയ്യാൻ വന്ന ചേട്ടന്മാർ, നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു ചേട്ടനും ചേച്ചിയും, അതേപോലെ നമ്മുടെ പിള്ളേര്, ചേട്ടന്മാർ, ചേച്ചിമാർ, എല്ലാവരും അടിപൊളിയായിരുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാവരോടും മിങ്കിളായി, പെട്ടെന്നൊരു ഫാമിലി പോലെയായി. കളിയാക്കലും ഒക്കെ ആയിട്ട് 2 ദിവസം എങ്ങനെ പോയെന്ന് പോലും എങ്ങനെ നമ്മൾ ജയ്പൂർ എത്തിയെന്ന് പോലും നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ നെക്സ്റ്റ് ഇനി വരുന്നത് ജയ്പൂർ വ്ളോഗ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.